രാവിലെ മുതൽ ഇന്ന് നിലമ്പൂരിൽ ഓട്ടത്തിലായിരുന്നു. ഈ ഓട്ടപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് നിഗമനത്തിലേക്കാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എത്തുക എന്നുള്ളത് ഒരു ക്രൂഷ്യൽ പോയിന്റാണ്. ഇപ്പോൾ രാത്രിയായി എന്നോടൊപ്പം ശ്രീ ഫമി റഹ്മാനിയുണ്ട്, മാതൃഭൂമി ദിനപത്രത്തിൻ്റെ മലപ്പുറം പ്രതിനിധിയാണ്. ഫമി, ഞാൻ ഇന്നിപ്പോൾ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ നേതാക്കളുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റായി ഉന്നയിക്കപ്പെടുന്നത് ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ്. ജമാഅത്തെ ഇസ്ലാമി വിഷയം എത്രമാത്രം നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, അതെങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് വിചാരിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മാധ്യമങ്ങൾ വലിയ ചർച്ചയാവുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകൾ ഏറ്റെടുത്തിട്ടുണ്ട്. UDF-നെ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കാമെന്ന് തീരുമാനിച്ചത് സമസ്തയിലെ ഒരു വിഭാഗം നിശിതമായി വിമർശിക്കുന്നുണ്ട്. AP വിഭാഗം, കാന്തപുരം വിഭാഗം സുന്നികൾ അതിനെ എതിർക്കുന്നുണ്ട്. എന്തിനേറെ കാത്തലിക് കോൺഗ്രസ് അടക്കം വിമർശിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും മണ്ഡലത്തിൽ UDF-നെ കാര്യമായി ബാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ ആളുകൾക്കറിയാം മുമ്പ് CPM ജമാഅത്ത് ഇസ്ലാമിയോടും വെൽഫെയർ പാർട്ടിയോടും എന്ത് സമീപനമാണ് സ്വീകരിച്ചെന്നുള്ളത്. നമുക്കറിയാം, മലപ്പുറത്തെ തൊട്ടുപുറത്തുള്ള കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ CPM-ൻ്റെ ആൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റായിട്ട് വെൽഫെയർ പാർട്ടിയുടെ ആളും ഇരുന്നിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം അറിയുന്ന മലപ്പുറത്തെ, പ്രത്യേകിച്ച് നിലമ്പൂരിലെ ജനങ്ങൾ അത് കാര്യമായി എടുക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇപ്പം മുസ്ലിം ലീഗ് UDF-ലും അല്ലെങ്കിൽ UDF സംവിധാനത്തിന്റെ ഭാഗവുമായി നിൽക്കുന്നു. മറുവശത്ത് പലപ്പോഴും ടാക്ടിക്കലായി ജമാഅത്തെ ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ ഒക്കെ LDF-നെ പിന്തുണച്ചിട്ടുണ്ട്. പരമ്പരാഗത സുന്നികൾക്ക് ജമാഅത്തെ ഇസ്ലാമി പുത്തൻവാദികളാണ്, അവരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ ഒരു സംഗതി മുസ്ലിം ലീഗിനെ അടക്കം പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത സ്ട്രാറ്റജി എത്രമാത്രം വിജയിക്കുന്നതാണ് എന്റെ ചോദ്യം. ഇത് വെൽഫെയർ പാർട്ടി എന്ന സംഘടന അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി UDF-നെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവർ തമ്മിൽ സഖ്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് പറഞ്ഞുകൊണ്ട് അതിപ്പം പ്രതിപക്ഷ നേതാവ് ED സതീശനടക്കം പലപ്പോഴും പറയുന്നുണ്ട്, അവർ ഒരു ചില വിഷയങ്ങളുടെ പേരിൽ പിന്തുണക്കുന്നു, ആ പിന്തുണ നമ്മൾ സ്വീകരിക്കുന്നു എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയമായ കൂട്ടുകെട്ടോ ഒരു സംവിധാനമോ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഷൗക്കത്തിനോട് എന്ത് വിയോജിപ്പുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ മറക്കൂ, സംഘടനാപരമായ വിയോജിപ്പുകൾ മറക്കൂ, അല്ലെങ്കിൽ പ്രാസ്ഥാനികമായ വിയോജിപ്പുകൾ മറക്കൂ. ഇതൊരു ഡു ഓർ ഡൈ ബാറ്റിലാണ്, നമുക്ക് ജയിക്കണം എന്ന മട്ടിലുള്ള ഒരു വർക്ക് ലീഗിന്റെ ഭാഗത്തുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് അതാണ് സംഭവിക്കുന്നത്. അത് ദേശീയ നേതാക്കൾ വരെ ക്യാമ്പ് വിളിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ CK സുബൈർ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ചുങ്കത്തറ പഞ്ചായത്തിൽ 5 ബൂത്തുകളുടെ ചുമതല കൊടുത്തിരിക്കുക. കോഴിക്കോടുകാരനായ അദ്ദേഹം അവിടെ താമസിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇതിനൊരു പൊതു തെരഞ്ഞെടുപ്പായിട്ട് അല്ലെങ്കിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരു ട്രെൻഡ് സെറ്ററായിട്ട് മുസ്ലിം ലീഗ് കാണുന്നു എന്നുള്ളതാണ് ഇതിലൊരു ചേഞ്ച്. ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവര് സ്വരാജിന്റെയും ഷൗക്കത്തിന്റെയും പേര് പറയുന്നത് പോലെ കുറച്ചു പേരെങ്കിലും അൻവറിന്റെ പേരും പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം അൻവർ പിടിക്കുന്ന വോട്ടുകൾ തീരെ കുറഞ്ഞു പോകില്ല എന്നാണോ? അൻവർ 30,000-ന്റെ മുകളിൽ വോട്ട് പിടിക്കും എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അൻവർ 2ാം സ്ഥാനത്തെങ്കിലും എത്തി LDF-ന് പിണറായി സത്യന് ഒരു മറുപടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 2020 ക്രിക്കറ്റ് മാച്ചൊക്കെ കാണുന്നത് പോലെ, ഞാനിന്ന് സ്വരാജിനോട് ചോദിച്ചത് അവസാനത്തെ ഓവറിൽ എത്തിയല്ലോ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അവസാനത്തെ പന്തിൽ മാത്രം ഫലം വരുന്ന ഒരു മത്സരമായിരിക്കും ഇവിടെ. ശ്രീ അഭിലാഷ്, ഇതിൽ സസ്പെൻസ് ആണ് മുഖ്യം. യെസ്, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നവരെ ആ സസ്പെൻസ് ഉണ്ടാകും. തീർച്ചയായിട്ടും ആ സസ്പെൻസിനെ നമുക്കും കാത്തിരിക്കാം. ഒരല്പം കേക്കും കഴിച്ച് നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നാളെയും നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.